നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന് കണ്ടകശനി തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി. പക്ഷേ കണ്ടകശനി ഉച്ചന്തലയിൽ വന്നിരിക്കുമ്പോൾ വരുന്നതും പോകുന്നവരും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ തലയിൽ കയറി നരങ്ങിയിട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വന്ന് രാഹുൽ ഗാന്ധിയും ഹിന്ദിയിൽ മുഖ്യമന്ത്രി തെറി പറഞ്ഞു തുടങ്ങിയെന്നാണ് ഒരു തമാശ രൂപേണ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി അതിരൂക്ഷ ഭാഷയിലാണ് ഇപ്പോൾ വിമർശനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിക്ക് ഒന്നും സംഭവിക്കാത്തത് എന്നും അദ്ദേഹത്തെ ഇഡി എന്താണ് ചോദ്യം ചെയ്യാത്തത് എന്നുമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അദ്ദേഹം എന്താണ് ജയിലിലാകാത്തത്? മുഖ്യമന്ത്രി 24 മണിക്കൂറും എന്നെ ആക്രമിക്കുകയാണ്. ഈ നിലപാട് ആശ്ചര്യകരമാണ്. BJPക്കെതിരെ ആശയ പോരാട്ടം നടത്തുന്നു എന്ന് പിണറായി പറയുന്നു. എന്നാൽ അദ്ദേഹത്തിനെതിരെ BJP ഒന്നും ചെയ്യുന്നില്ല. ആരെങ്കിലും BJPയെ ആക്രമിച്ചാൽ BJP 24 മണിക്കൂറും അവരുടെ പുറകെ ആയിരിക്കും അന്വേഷണ ഏജൻസികളും എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. BJPയെ എങ്ങനെ അസ്വസ്ഥപ്പെടുത്താം എന്നാണ് താൻ ഓരോ ദിവസവും ആലോചിക്കുന്നത്. പാർലമെന്റിലേക്ക് പോകുമ്പോൾ BJP MPമാർ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് പറയും. അതിന് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നും BJP മാധ്യമങ്ങളെ ഉപയോഗിച്ച എന്നെ വേട്ടയാടുകയാണെന്നും ലോകസഭാ അംഗത്വം എടുത്തു കളഞ്ഞു എന്നും ഇഡി ചോദ്യം ചെയ്തു. ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കി. ആ വൃത്തികെട്ട വീട് വേണ്ടെന്ന സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ഈ രാജ്യത്ത് തനിക്ക് ലക്ഷക്കണക്കിന് വീടുകൾ ഉണ്ടെന്നും രാഹുൽ പറഞ്ഞു. ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്ന രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പാണിതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒരു പാർട്ടിയും ചെയ്യാത്തത് BJP ചെയ്യുകയാണ്. ഭാഷ അടിച്ചേൽപ്പിച്ച് BJP ഓരോ കേരളീയനെയും അപമാനിക്കുകയാണ്. മലയാള ഭാഷയിലെ മലയാളികളുടെ ചരിത്രവും എല്ലാം വികാരങ്ങളുമുണ്ട്. മലയാളം സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഏത് ഭാഷയിൽ കേരളം അതിന്റെ ചരിത്രം പറയും? കേരളത്തിലെ ദോശയും തമിഴ്നാട്ടിലെ ദോശയും വ്യത്യസ്തമാണെന്ന് മോദി മനസ്സിലാക്കണം. തമിഴ്നാട്ടിലെ ചരിത്രം മനസ്സിലാക്കാതെ അവിടുത്തെ ദോശ ഇഷ്ടമാണെന്ന് മാത്രം മോദി പറയുന്നു. ഇന്ത്യയുടെ അടിസ്ഥാന ആശയം നശിപ്പിക്കാൻ മോദിക്ക് കഴിയില്ല. താൻ ഭാരത് ജോഡോ യാത്ര നടത്തി 4000 കിലോമീറ്റർ നടന്നു. അതിന്റെ മുട്ടുവേദന ഇപ്പോഴും ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്താ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ അതിരൂക്ഷ ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് ആരും അറസ്റ്റ് ചെയ്യാത്തത്? ED എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അതിനൊക്കെ തന്നെ കാരണം BJP ആണെന്നും പ്രധാനമായും മോദിക്കെതിരെ പറയുമ്പോഴും എന്നും എന്നെ കുറ്റപ്പെടുത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമയം കണ്ടെത്താറുള്ളതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ CPMന്റെ പങ്കുമുണ്ട്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ അതിരൂക്ഷമായ കഠിനമായ വാക്കുകൾ പ്രയോഗിച്ച് രാഹുൽ ഗാന്ധി പിണറായി വിജയനെ വരച്ചവരിൽ നിർത്തുന്ന കാഴ്ച കാണുന്നുണ്ടെന്നാണ് മറ്റൊരു വാസ്തവം. എന്തായാലും വരുന്നേയും പോകുന്നവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോഴും പിണറായി വിജയനെയും അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മകളെയും മാസപ്പടി കേസും സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഒക്കെ തന്നെ വിമർശിച്ച അതിനുശേഷമാണ് പോയത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തിയപ്പോഴും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.